ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോൺസ്റ്റബിൾ CSFൻ്റെ കോൺസ്റ്റബിൾ ഫയർ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി CSFൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CSFൻ്റെ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ CSFൻ്റെ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് CSFൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അടുത്ത സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ ആ ഒരു പേര് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫാദേഴ്സ് അതുപോലെ തന്നെ മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേരും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ജസ്റ്റ് ഒന്ന് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു സെക്ഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഐ എഗ്രി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ CSFൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് CSFൻ്റെ വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും മെസ്സേജ് മുഖാന്തരം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എടുത്താൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ മെയിൻ പേജിൻ്റെ വലത്തേ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കറണ്ട് ഓപ്പണിങ്സ്. ആ ഒരു സെക്ഷൻ്റെ തൊട്ട് താഴെ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നാണ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിലവിൽ 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് അനുസരിച്ച് അവിടെ പ്രിഫറൻസ് നൽകുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമൊക്കെ വരുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ സ്റ്റേറ്റും സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ
കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ബൈ ഡിഫാൾട്ട് അതെല്ലാം നോ ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എക്സ് സർവീസ്മെന് അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസ് CSF എംപ്ലോയീസൊക്കെ ആണെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് ഈ ടിക്ക് ചെയ്ത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID ഒക്കെ അവിടെ വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ID കാർഡ് എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ID കാർഡാണോ അവിടെ സെലക്ട് ചെയ്യുന്ന ഒരു ID കാർഡിൻ്റെ നമ്പർ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 24ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ദ ഡേറ്റ് പ്രിൻറ്റഡ് ഓൺ ദ ഫോട്ടോഗ്രാഫ്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ ഡേറ്റ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡേറ്റ് ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആവുകയുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ എസ് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഫൈനൽ സബ്മിഷന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ എല്ലാം വെരിഫൈ ചെയ്ത ശേഷം അവസാനം ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം വന്നിരിക്കുന്നത്. മെയിനായിട്ടും 4 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് വേണ്ടത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ്. മൂന്നാമതായിട്ട് വേണ്ടത് ഫോട്ടോ. നാലാമതായിട്ട് സിഗ്നേച്ചർ. തുടങ്ങി 4 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീസിൻ്റെ സെക്ഷനാണ് വരിക. അല്ല, ഫീസ് അടയ്ക്കേണ്ടാത്ത കാൻഡിഡേറ്റ്സ് SSC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഈ ഒരു സെക്ഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ഫീസിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഫീസ് അടയ്ക്കുന്നതിനായിട്ട് പ്രൊസീഡ് ടു പേ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. UPI വഴിയൊക്കെ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് 2020 വന്നിട്ടുള്ള CSFൻ്റെ കോൺസ്റ്റബിൾ ഫയർ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം സമർപ്പിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 4/3/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് 10 അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.